ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ഉള്ള ഒരു ക്യൂട്ട് യോക്ക് ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. 4 to 5 year old കിഡ്സിൻ്റെ സൈസ് ചാർട്ടിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഫ്രോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഹക്കോബ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. ലൈനിങ് 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഒക്കെ മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ബേസ് ലൈൻ വരച്ചിട്ടുണ്ട്. 4 to 5 year old കിഡ്സ് ആയതുകൊണ്ട് ഞാൻ ഷോൾഡർ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആം ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പും കൂടെ ചേർത്തിട്ട് 5.25 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1/4 ഇഞ്ചാണ് സ്ലോപ്പായിട്ട് ഇവിടെ എടുക്കുന്നത്. ഇനി ചെസ്റ്റ് ആണ്. ചെസ്റ്റ് വന്നിട്ട് ഞാൻ 6.25 ഇഞ്ച് ലൂസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ താഴത്തോട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. കാരണം താഴത്തോട്ടുള്ള മെഷർമെന്റ്സ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ആ ഒരു യോക്ക് പോർഷനും പിന്നെ ആ ഒരു കൈക്കുഴി കംപ്ലീറ്റുമാണ് കേട്ടോ. ഇനി ഞാൻ കഴുത്ത് അകലമാണ് മാർക്ക് ചെയ്യുന്നത്. അത് 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കഴുത്തിറക്കം വന്നിട്ട് ഞാനൊരു 2.25 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളൊരു ബാസ്ക്കറ്റ് സ്ക്വയർ ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/2 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കഴുത്തിറക്കം പുറകിൽ ഞാൻ കൊടുക്കുന്ന ഒരു 1.25 ഇഞ്ചുമാണ്. അതും ഞാൻ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ചും കൂടെ ചേർത്താണ് നമ്മൾ ആം ഹോൾ വരച്ചത്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ചിൽ ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ 2 സെൻറ്റർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. അതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സെൻറ്റർ പോയിന്റിൽ നിന്നാണ് ഒരു 1/4 ഇഞ്ച് നമ്മൾ അകത്തോട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതും ഒരു സെൻറ്റർ പോയിന്റ് ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 3 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആം റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കത്തില്ലേ, ഷോൾഡറിന് കൊടുത്ത അതേ വാല്യൂ തന്നെ താഴത്തോട്ട് വരയ്ക്കത്തില്ലേ, അതാണ് ആം ഹോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിനകത്ത് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിനാണ് നമ്മൾ ആം റൗണ്ട് എന്നും പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത് കണ്ടുപിടിച്ച സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചിടുന്നുണ്ട്, ഒരു ഡോട്ടഡ് ലൈൻ. അവിടം വരെയുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ടുള്ള ആ ഒരു ആം ഹോൾ എൻഡ് ചെയ്യുന്നിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 1.5 ഇഞ്ചും അതിൻ്റെ വീതി വന്നിട്ട് 1.25 ഇഞ്ചുമാണ്. അപ്പം നമ്മൾ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചല്ലോ, അവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നതാണ് 4.5 ഇഞ്ചാണ് കേട്ടോ. അതാണ് നമ്മുടെ യോക്ക് പോർഷൻ. നമ്മുടെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു 4.5 ഇഞ്ച് വരെ ഉള്ളതാണ്. അതിന് താഴത്തോട്ടുള്ളത് നമ്മുടെ വേറൊരു പാറ്റേൺ ആണ്. അങ്ങനെ 2 പാറ്റേൺ ആയിട്ടാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ രണ്ടാമതൊരു സെൻറ്റർ പോയിന്റ് ആം ഹോളിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആം ഹോൾ എൻഡ് ചെയ്യുന്നിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചും അതിൻ്റെ വീതി വന്നിട്ട് 1.25 ഇഞ്ചുമാണ്. അതുപോലെ തന്നെ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മുടെ മുകളിലത്തെ ഷോൾഡർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തിരിക്കുന്നുണ്ടോ, ആ ഡോട്ടഡ് ലൈൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഈ ഒരു പാറ്റേൺ ഔട്ട്ലൈൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മളിനി ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ടോ, അവിടുന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്ക് വേണ്ട. ഇനിയുള്ള ഈ ഒരു പീസിനെയാണ് നമ്മൾ ആ ഒരു ഡോട്ടഡ് ലൈനും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പാറ്റേൺ ആയിട്ട് കിട്ടി. ഈ 2 പാറ്റേൺ ആണ് നമുക്കിനി പാറ്റേൺ വരയ്ക്കാനായിട്ട്, അതായത് ഫാബ്രിക്കിൽ വരയ്ക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അതിൽ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ അതിനാദ്യം ഞാൻ കോട്ടൺ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും തുണി ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നീക്കി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അത് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ ബാക്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, ഫ്രണ്ടിൽ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതും ഞാനൊന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ ന്യൂസ് പേപ്പറിൽ കാണിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്യുക. ഇതേ പാറ്റേണിലാണ് നമ്മൾ ലൈനിങ് ഫോൾഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമ്മൾ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രോക്കിൻ്റെ ഹൈറ്റ് വന്നിട്ട് 23 ഇഞ്ചാണ്. അതിൽ യോക്ക് പോർഷനിൽ 4.5 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 18.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലൈനിങ് ആയതുകൊണ്ട് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 18 ഇഞ്ച് ഹൈറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വരച്ചു വെച്ച പാറ്റേൺ എടുക്കുക, അതിൻ്റെ യോക്ക് പോർഷൻ മെഷർ ചെയ്യുക. അത് നമുക്കൊരു 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റിങ് കൊടുക്കാനായിട്ട് ഞാൻ 5ൻ്റെ ഇരട്ടി 10 ഇഞ്ചാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത്. ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്ലേറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു 10 ഇഞ്ച് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത് കട്ട് ചെയ്ത പാറ്റേൺ ഉണ്ടല്ലോ, അതെടുക്കുക. അതിൻ്റെ ആം ഹോളിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക, അത് 1.5 ഇഞ്ചാണ്. അതിനോടൊപ്പം നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ മിസ്റ്റേക്ക് പറ്റിയതാണ്, ഞാനിവിടെ
അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തത്. പിന്നീട് നമ്മളത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ വീതി നോക്കുക, അത് 1.25 ഇഞ്ചാണ്. അതിനോടൊപ്പം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ആ ഒരു 1/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രോക്കിന് സൈഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും 2 ഇഞ്ച് വീതിയാണ്. അപ്പോൾ 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയിലും നമ്മൾ ആംഹോൾ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു തുണിയുടെ എൻഡിങ്ങിൻ്റെ അങ്ങോട്ടേക്കൊന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. ഈ ഒരു ഫ്രോക്ക് താഴെ ഹാങ് ചെയ്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേർവ്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ, നമ്മുടെ ആം റൗണ്ട് ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ പാറ്റേൺ വെച്ചും നമുക്കൊന്നത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് എന്താണ്, ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിനും കിട്ടിയിട്ടുണ്ട്, ബാക്കിനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതേപോലെ ഫോൾഡ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് യോക്ക് പോർഷനുമായിട്ട് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ആം ഹോളിൻ്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ. ഞാൻ 1.5 ഇഞ്ച് കൊടുത്തോളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ താത്തി വരച്ചിട്ട് ആ ഒരു ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം ഹോളിൻ്റെ ലെങ്ത് നമുക്ക് 2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ വീതിയും 2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റർ നോച്ചും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് പോർഷൻ റെഡിയായി. നിങ്ങൾക്ക് ലൈനിങ്ങിന് ഒത്തിരി പ്ലീറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ലോത്ത് എടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്യണം. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഹൈറ്റ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 20 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടൺ ലൈനിങ് ഉണ്ടല്ലോ, യോക്ക് പോർഷൻ, അതെടുക്കുക. അതിൽ 2 വശത്തെയും തയ്യൽ തുമ്പ് ഇല്ലാണ്ടുള്ള ആ ഒരു യോക്ക് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക. നമ്മൾ ഓൾറെഡി പാറ്റേണിൽ നിന്ന് ഒരു സൈഡ് മെഷർ ചെയ്ത് എടുത്തായിരുന്നു 5 ഇഞ്ച്. അപ്പോൾ 2 സൈഡ് വരുമ്പോഴത്തേക്കും എന്തായാലും 10 ഇഞ്ചായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി എടുക്കുക. കാരണം മെയിൻ ക്ലോത്തിൽ അത്യാവശ്യം നല്ല പ്ലേറ്റിംഗ് ഉണ്ടെങ്കിലേ രസമുള്ളൂ. അപ്പം 30 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പം 30ൻ്റെ നേരെ പകുതി എടുത്താൽ മതി, അതായത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ചാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൽ ആം റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ആ ഒരു പോയിന്റിൽ കൊണ്ട് വെക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതിൽ എളുപ്പം ഇങ്ങനെ വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതാകുമ്പം നമ്മുടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം ഒരേപോലെ ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആം റൗണ്ടും ഷേപ്പ് ചെയ്തു, അതേപോലെ താഴെയും നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആം റൗണ്ടിന് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഞാനത് കൊടുക്കാണ്ടാണ് കട്ട് ചെയ്തത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പ്ലേറ്റിങ്ങിന് അത്യാവശ്യം തുണി കൂടുതൽ എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കടമെടുത്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആം റൗണ്ടിന് പുറത്തോട്ടൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം. കാരണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ലൈനിങ് മാത്രമേ ഞാൻ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിൻ ഫാബ്രിക് ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിൻ ക്ലോത്ത് ആണ് വെച്ചത്. അപ്പം അതിന് പുറത്തോട്ട് നമ്മൾ ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് കഴുത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഓരോ പ്രോസസ്സിങ് കഴിയുമ്പോഴും നമ്മൾ അയണിങ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും സ്റ്റിച്ചിങ്ങിന് നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് നമുക്ക് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ അയണിങ് ചെയ്യുന്നത് നമുക്ക് പാടായതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരങ്ങനെ ചെയ്യാത്തത്. പക്ഷേ നമ്മൾ അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചിങ്ങും എല്ലാ കാര്യങ്ങളും നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വശവും ചേർത്ത് വെക്കുക. ആദ്യം നമ്മൾ ഫ്രണ്ട് ബോഡി വെക്കുക, അതിന് പുറകിലായിരിക്കണം നമ്മൾ ബാക്ക് ബോഡി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്ക് ബോഡിയുടെ ലൈനിങ് ഇതേപോലെ നിവർത്തി വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡിയുടെ ആ ഒരു എഡ്ജ് കണ്ടോ, അത് വന്ന് മുട്ടേണ്ടത് നമ്മുടെ ബാക്ക് ബോഡിയുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അടിച്ചിരിക്കുന്ന ഒരു ലൈൻ അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ആയിരിക്കണം വെക്കേണ്ടത്. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആ നിവർത്തി വെച്ചിരിക്കുന്ന ലൈനിങ് ഉണ്ടല്ലോ, അത് നമ്മളെ ഫ്രണ്ട് ബോഡിയുടെ ഷോൾഡറിലോട്ട് കവർ ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും. തയ്യൽ തുമ്പ് കാണാണ്ട് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഷോൾഡേഴ്സും ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്ലീറ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ തുണിയുണ്ടല്ലോ, അതിന് നമ്മളൊരു സെൻറ്റർ കട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിനും ഇതേപോലെ തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സെൻറ്റർ കട്ട് കൊടുക്കുക. അപ്പോൾ ഈ 2 സെൻറ്റർ കട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പ്ലീറ്റിംഗ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് പ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു വശത്തോട്ട് നമ്മൾ ആദ്യം പ്ലീറ്റിംഗ് കൊടുക്കുക കേട്ടോ. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് എവിടം വരെയാണോ ആ ലെങ്ത്ത് വരെ ആയിരിക്കണം നമ്മൾ പ്ലീറ്റിംഗ് ചെയ്യേണ്ടത്.
നിങ്ങൾക്ക് പ്ലീറ്റിങ്ങിൻ്റെ വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് പ്ലീറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വശത്തോട്ടാണല്ലോ പ്ലീറ്റിങ് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് നോക്കുക. ഞാനിവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അടുത്ത വശത്തോട്ട് നമ്മൾ പ്ലീറ്റിങ് ചെയ്യുമ്പം അതിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെൻറ്ററിൽ നിന്നായിരിക്കും ചെയ്ത് തുടങ്ങുന്നത്. ആദ്യത്തെ വശത്തെ ചെയ്യുന്ന ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം അടുത്ത വശത്തെ പ്ലീറ്റിങ് ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും പ്ലീറ്റിങ് ചെയ്യുക. ബാക്കിലും ഇതേപോലെ രണ്ടിനും സെൻറ്റർ കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റിങ് ചെയ്യുക. അപ്പോൾ ബാക്കിൽ പ്ലീറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ 2 ഡയറക്ഷനിലോട്ട് പ്ലീറ്റ് ചെയ്യേണ്ട, ഒരൊറ്റ ഡയറക്ഷനിൽ ചെയ്താൽ മതി. ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ അങ്ങനെ 2 വശത്തോട്ടും പ്ലീറ്റിങ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് 2 ഡയറക്ഷനിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിലെല്ലാം നിങ്ങൾ ഏത് ഡയറക്ഷനാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരൊറ്റ ഡയറക്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ ഫുൾ പ്ലീറ്റ് ചെയ്യാനും എടുക്കുന്നത്. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എവിടം വരെയാണോ അവിടം വരെ നമ്മൾ പ്ലേറ്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ പിൻകുത്തി എടുക്കുക. അപ്പോൾ മെയിൻ ക്ലോത്തിൽ പ്ലേറ്റിങ് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ്ങിലും ചെയ്യണം. ലൈനിങ്ങിൽ നമ്മൾ പ്ലേറ്റിങ് ചെയ്യാൻ കുറച്ച് ഫാബ്രിക്കേ എടുത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 പ്ലേറ്റിംഗ് ഒക്കെ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ലൈനിങ്ങും പ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ്ങിൽ പ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഇവിടെയും തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ സെപ്പറേറ്റ് ആക്കി വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് മെയിൻ ഫാബ്രിക്കിൽ ആദ്യം സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിൽ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 2 തുണിയും വിട്ട് നിൽക്കും. മറ്റേതുപോലെ നമ്മൾ ഒരുമിച്ച് വെച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഉൾഭാഗത്ത് തയ്യൽ തുമ്പൊന്നും കാണാതെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്യുക. ബാക്കിൽ ഓൾറെഡി ഓപ്പണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഓപ്പണിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓപ്പണിങ് ഇതേപോലെ ബാക്കിൽ പ്ലേറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് കട്ട് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഓപ്പണിംഗ് വിട്ടു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈനിങ്ങിനും മെയിൻ ക്ലോത്തിനും താഴെ ഒരു ചെറിയൊരു കുട്ടി സ്റ്റിച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ലൈനിങ്ങിനും സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, ബാക്കിൽ നമ്മൾ ഓപ്പണിംഗ് ഒരു 3 ഇഞ്ച് വരെ യോക്കിൻ്റെ അവിടെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഞാനൊരു 3 ഇഞ്ചും കൂടെ സ്കേർട്ട് പാർട്ടിലൂടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് കവർ ചെയ്യാൻ ഒരു ഫാബ്രിക് സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിത്തുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ കഴിയും. എന്നിട്ട് നമ്മൾ ആ സ്ട്രാപ്പിന് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് മടക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെക്കുക. ആ 1/2 ഇഞ്ച് കയറ്റി വെച്ച ഭാഗത്തിനെ നമ്മൾ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നീക്കി വെച്ചിട്ട് വേണം നിങ്ങൾ പാറ്റേൺ ട്രേസ് ചെയ്യാനത്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫാബ്രിക്, അതായത് നമ്മൾ സ്ട്രാപ്പ് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആദ്യം നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം വീണ്ടും അതിനൊന്നുകൂടെ മടക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടോ. സെൻറ്റർ പാർട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വെച്ചിട്ട് ആ ഒരു സെൻറ്റർ പോർഷനെ നമ്മൾ ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗത്തെ തുണി വീണ്ടും അകത്തോട്ട് മടക്കുക. 2 സൈഡും മടക്കി അടിക്കല്. ഏത് സൈഡാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു സൈഡ് മാത്രം നിങ്ങൾ ഇതേപോലെ തുണി, അതായത് ആ തയ്ച്ച ഭാഗം നമ്മൾ വീണ്ടും ഒന്ന് അകത്തോട്ടാക്കിയിട്ട് ആ സെൻറ്റർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത പോർഷൻ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, അതിനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്തൊന്നൊരു 1/4 ഇഞ്ചിൽ വല്ലതും തയ്ച്ചെടുക്കുക. എങ്കിലേ നമുക്ക് സൈഡിൽ ഇതേപോലെ തയ്യൽ തുമ്പ് കാണാതെ തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ സ്ലീവ് ഒന്ന് തയ്ച്ചെടുക്കുക, ഒരു 1/4 ഇഞ്ച് വീതിയിൽ വല്ലതും. അതിനുശേഷം സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല വശവും അതായത് നല്ല ഫാബ്രിക് ഒരു സൈഡിലോട്ടും ലൈനിങ് ഫാബ്രിക് അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഉൾവശത്ത് തയ്യൽ തുമ്പ് കാണാണ്ടിരിക്കും. അതേപോലെ തന്നെ ഫ്രോക്കിന് താഴ്ഭാഗവും നമ്മളൊരു 1/2 ഇഞ്ചിൽ മടക്കിയടിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്, ബട്ടർഫ്ലൈ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആം റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആം റൗണ്ട് നമുക്ക് കറക്റ്റ് കിട്ടിയാലേ ഈ ഒരു സ്ലീവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 or 3 വട്ടം മെഷർ ചെയ്താലും കുഴപ്പം വരുന്നില്ല. അപ്പോൾ നമ്മൾ ആം റൗണ്ട് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 14.5 ഇഞ്ചാണ് കേട്ടോ. ഇനി ഈ ഒരു സ്ലീവ് ചെയ്യാൻ തുണി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ചിനോടൊപ്പം ആ 4ൻ്റെ നേരെ പകുതി എത്രയാണ്, 2 ഇഞ്ച്. ആ 2ഉം കൂടി ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 6 ഇഞ്ചായി. ഇതിനോടൊപ്പം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 8ആയി. ഈ 8ൻ്റെ 2 ഇരട്ടി എടുക്കുക. അപ്പോൾ എത്രയായി, 16ആയി. 16 ഇഞ്ച് നീളവും വീതിയിലും ഉള്ള 2 തുണിയാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മടക്കിയിടുന്നത്. നമ്മൾ സർക്കുലർ സ്കേർട്ടൊക്കെ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ആം റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 14.5 ഇഞ്ചായിരുന്നു. അതിൻ്റെ 4/1 എടുക്കുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. 3.5യുടെ നേർ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് കിട്ടും. ആ 1.5 ഇഞ്ചാണ് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഇതേപോലെ ടേപ്പ് കോർണറിൽ ഫിക്സ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം മാർക്ക് ചെയ്തിട്ട് ആ ഒരു കേർവ്ഡ് വന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആം റൗണ്ട് ആയിട്ട് വരുന്നത്. അതൊന്ന് മെഷർ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് 3.25 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. നമുക്ക് ശരിക്കും വേണ്ടത് 3.5 ഇഞ്ചാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു 1/4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി മാർക്ക് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ മെഷർ ചെയ്ത് നോക്കുക. അപ്പം ആദ്യം നമ്മൾ മെഷർ ചെയ്തത് ഒന്ന് നോക്കുവാണ്, അത് നമുക്ക് 3.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ താഴത്തോട്ട് ഒരു 1/4 ഇഞ്ച് ഇറക്കി ഷേപ്പ് ചെയ്തു. എന്നിട്ട് അത് വീണ്ടും മെഷർ ചെയ്യുക. അന്നേരം നമുക്ക് കറക്റ്റ് നമ്മുടെ ആം റൗണ്ടിൻ്റെ 4/1 3.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവ് ലെങ്ത് ആണ്. അത് ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗവും നമ്മുടെ കോർണർ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കുക. നമുക്ക് 7.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 7.25 ടേപ്പ് ഫിക്സ് ആക്കിക്കൊണ്ട് ഇതേപോലെ ടേപ്പ് ഇങ്ങനെ കോർണറിൽ ഫിക്സ് ആക്കി നീക്കി മാർക്ക് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ കറക്റ്റ് സർക്കുലർ സ്കേർട്ട് ചെയ്യുന്ന പോലെ. സർക്കുലർ സ്കേർട്ട് ചെയ്യുന്നത് നമ്മൾ ശരിക്കും വേറൊരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു അല്ലെ, റേഡിയസ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അതല്ലാണ്ട് ഈ മെത്തേഡിലും നമുക്ക് ചെയ്യാം. സ്ലീവ് ആം റൗണ്ടിൻ്റെ 4/1 എടുക്കുക, അതിൻ്റെ നേർ പകുതി എടുക്കുക, അത് വെച്ചിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇറക്കി മാർക്ക് ചെയ്യുക. ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതൊന്നുമില്ല, തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ ഒരു ആം റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സർക്കുലർ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ തുണി ഒത്തിരി വലിച്ചു വെച്ച് നിങ്ങൾ തയ്ക്കരുത്. അങ്ങനെ വലിച്ചു വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്ക് വീഴും. അതായത് നമ്മുടെ കൈയുടെ ആ ഒരു വണ്ണം ഉണ്ടല്ലോ, ആം റൗണ്ട് ഒന്നും കൂടെ വലുതായി പോകും. അതുകൊണ്ട് വലിച്ചു വെക്കാണ്ട് വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ. ഇനി എന്താണ്, ഈ ഒരു ഫ്രോക്കിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ആ ഒരു സ്ലീവിനും ഫ്രോക്കിന് താഴെയൊക്കെ ലേസും കൂടെ പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്ക് വരാനായിട്ട് ഞാനൊരു ബോയും കൂടെ പിടിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.